ഇംഗ്ലീഷിലെ കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം ബെല്ലാഡൊന്ന മീൻസ് ഡാഷ്. ബെല്ലാഡൊന്ന മീൻസ് ഡാഷ്. അപ്പോൾ ബെല്ലാഡൊന്ന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നതാണ് ചോദ്യം. ബെല്ലാഡൊന്ന എന്നത് ഒരു ഫോറിൻ യൂസേജ് ആണ്. അപ്പോൾ ഫോറിൻ വേർഡ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. പാഠപുസ്തകത്തിൽ ഫോറിൻ വേർഡ്സ് വരുന്നത് കൊണ്ട് തുടർന്നുള്ള പരീക്ഷകളിൽ ഫോറിൻ വേർഡ്സ് വച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ബെല്ലാഡൊന്ന എന്നാൽ ഓപ്ഷനിൽ നമുക്ക് എ ഹാൻസം മാൻ ഓപ്ഷനിലുണ്ട്, എ ബ്യൂട്ടിഫുൾ ബേർഡ് ഓപ്ഷനിലുണ്ട്, എ പ്രിറ്റി വുമൺ ഓപ്ഷനിലുണ്ട്, എ ക്യൂട്ട് ബോയ് ഓപ്ഷനിലുണ്ട്. അപ്പോൾ ബെല്ലാഡൊന്ന മീൻസ് എ പ്രിറ്റി വുമൺ. ബെല്ലാഡൊന്ന മീൻസ് എ പ്രിറ്റി വുമൺ. കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളെയൊക്കെ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ നമുക്ക് ബെല്ലാഡൊന്ന എന്ന് പറയാം. അപ്പോൾ അതുപോലെ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഫോറിൻ വേർഡ്സാണ് അല്ലെങ്കിൽ പ്രീവിയസ് ചോദ്യങ്ങളിൽ ഉള്ള ഫോറിൻ വേർഡ്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമതാണ് അഡ്ഹോക്ക്. അഡ്ഹോക്ക് മീൻസ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. നമ്മൾ ഈ അഡ്ഹോക്ക് കമ്മിറ്റി എന്നൊക്കെ പറയല്ലേ, ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി എന്നതിൽ ഉപയോഗിക്കാം. അപ്പോൾ അല്ലെങ്കിൽ അഡ്ഹോക്ക് മീൻസ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. രണ്ടാമത്തെ എക്സ്പാർട്ടെ. എക്സ്പാർട്ടെ മീൻസ് വൺ സൈഡ് അല്ലെങ്കിൽ വൺ സൈഡഡ് ജഡ്ജ്മെൻറ്റ്. എക്സ്പാർട്ടെ മീൻസ് വൺ സൈഡഡ് പാർട്ട്, ഒരു ഭാഗം എന്ന് ഓർത്താൽ മതി. അപ്പോൾ വൺ സൈഡഡ് ജഡ്ജ്മെൻറ്റ്. ആബ് ഇനിഷ്യോ, അടുത്തതാണ് ആബ് ഇനിഷ്യോ. ഇനിഷ്യോ ഓർക്കുക, ഇനിഷ്യൽ അല്ലെങ്കിൽ ഇനിഷ്യോ മീൻസ് ഇനിഷ്യൽ എന്ന് ഓർക്കുക. അപ്പം ഫ്രം ദ ബിഗിനിങ്. ആബ് ഇനിഷ്യോ മീൻസ് ഫ്രം ദ ബിഗിനിങ്. അടുത്താണ് ഫെലോ ഡി സി. ഫെലോ ഡി സി മീൻസ് സൂയിസൈഡ്. ഫെലോ ഡി സി മീൻസ് സൂയിസൈഡ്. അടുത്തത് സ്റ്റേറ്റസ് ക്യൂ. സ്റ്റേറ്റസ് ക്യൂ മീൻസ് നമ്മൾ സ്റ്റേറ്റസ് ഒക്കെ ഫോണിൽ ഇടാറില്ലേ, അതെന്താണ്, നമ്മൾ അവസ്ഥകളാണ് അപ്പോഴേ സ്റ്റേറ്റസ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ സ്റ്റേറ്റസ് ക്യൂ മീൻസ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, നമ്മളിപ്പോഴത്തെ അവസ്ഥ. സ്റ്റേറ്റസ് ക്യൂ മീൻസ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. അടുത്താണ് ബോൺ വോയേജ്. ബോൺ വോയേജ്, വോയേജ് എന്നാൽ കപ്പൽ യാത്ര എന്നാണ്. യാത്ര, കപ്പൽ യാത്ര എന്നൊക്കെ പറയുന്നു. അപ്പോൾ ബോൺ വോയേജ് മീൻസ് ഗുഡ് ജേണി. ബോൺ വോയേജ് മീൻസ് ഗുഡ് ജേണി. അടുത്ത വോക്സ് പോപ്പുലി. വോക്സ് പോപ്പുലി മീൻസ് ദ വോയിസ് ഓഫ് ദ പീപ്പിൾ. വോക്സ് പോപ്പുലി മീൻസ് ദ വോയിസ് ഓഫ് ദ പീപ്പിൾ, ആൾക്കാരുടെ ശബ്ദം എന്നതിൽ പറയുന്നു. അടുത്താണ് പ്രിമാ ഫേസി. പ്രിമാ ഫേസി മീൻസ് ഫസ്റ്റ് സൈറ്റ്. നമ്മൾ ആദ്യ കാഴ്ച എന്നൊക്കെ പറയില്ലേ, പ്രിമാ ഫേസിയിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു, ഫസ്റ്റ് സൈറ്റ്. അപ്പോൾ അഡ്ഹോക്ക് മീൻസ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. എക്സ്പാർട്ടെ മീൻസ് വൺ സൈഡഡ് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ വൺ സൈഡഡ്. ആബ് ഇനിഷ്യോ മീൻസ് ഫ്രം ദ ബിഗിനിങ്. ഫെലോ ഡി സി മീൻസ് സൂയിസൈഡ്. സ്റ്റേറ്റസ് ക്യൂ മീൻസ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. ബോൺ വോയേജ് മീൻസ് ഗുഡ് ജേണി. വോക്സ് പോപ്പുലി മീൻസ് വോയിസ് ഓഫ് ദ പീപ്പിൾ. പ്രിമാ ഫേസി മീൻസ് ഫസ്റ്റ് സൈറ്റ്. രണ്ടാമത്തെ ചോദ്യമാണ് പിക്ക് ഔട്ട് കോമ്പൗണ്ട് വേർഡ്. പിക്ക് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ്. തന്നിരിക്കുന്നതിൽ നിന്ന് കോമ്പൗണ്ട് വേർഡ് കണ്ടെത്താനാണ് ചോദ്യം. അൺഹാപ്പി ഓപ്ഷനിലുണ്ട്, റിവിഷൻ ഓപ്ഷനിലുണ്ട്, ബർത്ത്ഡേ ഓപ്ഷനിലുണ്ട്, സ്ട്രെങ്ത് ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്കറിയാം കോമ്പൗണ്ട് വേർഡ് എന്നാൽ രണ്ട് പൂർണ്ണ അർത്ഥമുള്ള വാക്കുകളെ ചേർത്ത് മൂന്നാമതൊരു അർത്ഥമുണ്ടാക്കുക അല്ലെങ്കിൽ അർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയാൽ അതിന് പറയുന്ന പേര് കോമ്പൗണ്ട് വേർഡ്. രണ്ട് പൂർണ്ണ അർത്ഥമുള്ള വാക്കുകളെ ചേർത്ത് മൂന്നാമതൊരു അർത്ഥമുള്ള വാക്കാക്കിയാൽ അത് കോമ്പൗണ്ട് വേർഡ്. അപ്പോൾ നമുക്കിവിടെ അൺഹാപ്പി ഓപ്ഷനിലുണ്ട്, റിവിഷൻ, ബർത്ത്ഡേ, അതേപോലെ സ്ട്രെങ്ത്. അപ്പോൾ അൺഹാപ്പി എന്ന് പറയുന്നതിൽ രണ്ട് പൂർണ്ണമുള്ള വാക്കുകളില്ല, അണ്ണും ഹാപ്പിയാണ് കിടക്കുന്നത്. റിവിഷൻ പറയാൻ പറ്റില്ല. ഇപ്പോൾ ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത് ഒരു വാക്ക്, ഡേ മറ്റൊരു വാക്ക് ചേർത്ത് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്, സ്ട്രെങ്തും വരില്ല. കോമ്പൗണ്ട് വേർഡുകൾ പ്രധാനമായും 3 തരത്തിലാണുള്ളത്. കോമ്പൗണ്ട് വേർഡുകൾ 3 തരം കോമ്പൗണ്ട് വേർഡുകളുണ്ട്. അതിലൊന്നാമത്താണ് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്, രണ്ടാമത്തത് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്, മൂന്നാമത്തത് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്, ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. ഇനി എന്താണിവ? രണ്ട് വാക്കുകൾ ചേർത്ത് നമ്മൾ കോമ്പൗണ്ട് വേർഡ് ഉണ്ടാക്കുന്നു. ആ വാക്കുകൾക്കിടയിൽ സ്പേസ് ഇട്ട് എഴുതുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്. രണ്ട് വാക്കുകളെ ചേർത്ത് എഴുതാതെ ഒരു സ്പേസ് ഇട്ട് എഴുതുകയാണെങ്കിൽ, സ്പേസ് ഇട്ട് എഴുതി മൂന്നാമതൊരു അർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയാൽ അതിന് പറയുന്ന പേര് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്. എക്സാമ്പിൾ നോക്കിയേ, ഫുൾ മൂൺ. ഫുൾ ഒരു വാക്ക്, മൂൺ ഒരു വാക്ക്, രണ്ടിനിടയിൽ സ്പേസ് ഉണ്ട്. നമ്മൾ മൂന്നാമതൊരു അർത്ഥം തരുന്ന വാക്കായിട്ടാണ് പറയുന്നത്. അതേപോലെ ലിവിങ് റൂം. ലിവിങ് ഒരു വാക്ക്, റൂം മറ്റൊരു വാക്ക്, രണ്ടും കൂടെ ചേർത്താണ് പറയുന്നത്. ലിവിങ് റൂം, സ്പേസ് കൊണ്ട് നടുക്ക്, അതുകൊണ്ട് മൂന്നാമതൊരു അർത്ഥം തരുന്ന വാക്കാണ് വരുന്നത്. അതേപോലെ സെൽ ഫോൺ. സെല്ലൊരു വാക്ക്, ഫോൺ മറ്റൊരു വാക്ക്, സ്പേസ് ഇട്ട് പറയുന്നു.
അടുത്താണ് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്. രണ്ട് വാക്കുകളെ ചേർത്തെഴുതി മൂന്നാമതൊരർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയാൽ അത് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്. നമുക്ക് വിൻഡ് ഫാള്, വിൻഡ് ഒരു വാക്ക്, ഫാൾ മറ്റൊരു വാക്ക്, ചേർത്ത് എഴുതിയാണ് വിൻഡ് ഫാള് എന്ന് എഴുതിയിരിക്കുന്നത്. റെയിൽവേ, റെയിൽ ഒരു വാക്ക്, വേ മറ്റൊരു വാക്ക്, ചേർത്ത് എഴുതി മൂന്നാമതൊരർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ ഫുട്ബോൾ, ഫുഡ് ഒരു വാക്ക്, ബോൾ ഒരു മറ്റൊരു വാക്ക്, ഫുട്ബോൾ എന്ന് ചേർത്ത് എഴുതിയിരിക്കുന്നു. ഇനി ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ് എന്നാൽ മൂന്നാമത്തെ ടൈപ്പാണ് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. വാക്കുകൾക്കിടയിൽ ഹൈഫൺ ഇട്ട് മൂന്നാമതൊരർത്ഥം തരുന്ന വാക്ക് ഉണ്ടാക്കുന്നു. അപ്പോൾ സണ്ണിൻ ലോ എക്സാമ്പിളാണ്, ബ്രദറിൻ ലോ എക്സാമ്പിളാണ്, സിസ്റ്ററിൻ ലോ എക്സാമ്പിളാണ്. ഈ വാക്കുകൾക്കിടയിൽ ഹൈഫൺ വന്നിട്ടുണ്ടായിരിക്കും. അടുത്താണ് മൂന്നാമത്തെ ചോദ്യം, ഡോങ്കി ഡാഷ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സൗണ്ട്സ് ഓഫ് ആനിമൽ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ബ്രേ ഓപ്ഷനിലുണ്ട്, കൂ ഓപ്ഷനിലുണ്ട്, ഹൗൾ ഓപ്ഷനിലുണ്ട്, ബെൽ ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഡോങ്കിയുടെ ശബ്ദത്തിന് പറയുന്ന പേരെന്താണ്? ഡോങ്കിയുടെ ശബ്ദത്തിന് പറയുന്ന പേര് ബ്രേ എന്നാണ്. ഡോങ്കിയുടെ ശബ്ദം ബ്രേ ആണ്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രധാനപ്പെട്ട ജീവജാലങ്ങളും അവയുടെ സൗണ്ട്സുമാണ് പറയുന്നത്. ആസിൻ്റെ സൗണ്ട്, ആസ് അല്ലെങ്കിൽ ഡോങ്കി, അവയുടെ ശബ്ദത്തിന് പറയുന്ന പേര് ബ്രേ എന്നാണ്. എന്നാൽ കാഫ്, ജിറാഫ്, പിന്നെ അതേപോലെ തന്നെ ഗോട്ട്, കിഡ്, ഷീപ്പ്, ലാമ്പ്. ഞാൻ ഇവിടെ കാഫ് എഴുതിയിട്ടുള്ളൂ. കാഫ്, ജിറാഫ്, ഗോട്ട്, കിഡ്, ഗോട്ടിൻ്റെ കുട്ടിയാണ് കിഡ്, അതേപോലെ ഷീപ്പിൻ്റെ കുട്ടിയാണ് ലാമ്പ്. ഇവയുടെയൊക്കെ ശബ്ദത്തിന് പറയുന്ന പേരാണ് ബ്ലീറ്റ്. ഇവയുടെ ശബ്ദം ബ്ലീറ്റ്. പ്രധാനപ്പെട്ടത് കാഫ് ബ്ലീറ്റ് ആണ്. എന്നാൽ കൗ ആണെങ്കിലാ, കൗ, ക്യാറ്റിൽ, ബഫല്ലോ, ഇവയുടെയൊക്കെ ശബ്ദത്തിന് പറയുന്ന പേര് മൂ അല്ലെങ്കിൽ ലോ എന്ന് പറയാം. മോ അല്ലെങ്കിൽ ലോ എന്ന് പറയാം. ക്യാറ്റ് ആണെങ്കിൽ മ്യൂ, അതെല്ലാവർക്കും അറിയാം. ഡിയറിൻ്റെ സൗണ്ടിന് പറയുന്ന പേരാണ് ബെല്ല്. ഡിയർ, ബെല്ല്. ലയൺ, ടൈഗർ, ഇവയുടെ ശബ്ദത്തിന് പറയുന്ന പേരാണ് റോറ്. ചിക്കൻ ആണെങ്കിൽ പീപ്പ് എന്നാണ് പറയുന്നത്. മങ്കിയുടെ സൗണ്ടിന് പറയുന്ന പേര് ഗിബ്ബർ അല്ലെങ്കിൽ ചാറ്റർ എന്നാണ്. മങ്കി, ഗിബ്ബർ ഓർ ചാറ്റർ. അപ്പോൾ ആസ്, ബ്രേ, കാഫ്, ബ്ലീറ്റ്, കൗ, മൂ അല്ലെങ്കിൽ ലോ, അതേപോലെ ക്യാറ്റ്, മ്യാവ്, അതേപോലെ ഡിയർ, ബെല്ല്, ലയൺ, റോറ്, ചിക്കൻ, പീപ്പ്, അതേപോലെ മങ്കി, ഗിബ്ബർ ഓർ ചാറ്റർ. അടുത്ത നാലാമത്തെ ചോദ്യം, എ ലോട്ട് ഓഫ് വർക്ക് ഡാഷ് സ്റ്റിൽ ടു ബി ഡൺ. എ ലോട്ട് ഓഫ് വർക്ക് ഡാഷ് സ്റ്റിൽ ടു ബി ഡൺ. 6 ഓപ്ഷനിലുണ്ട്, ഹാസ് ഓപ്ഷനിലുണ്ട്, ഹാവ് ഓപ്ഷനിലുണ്ട്, വേർ ഓപ്ഷനിലുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ലോട്ട് ഓഫ്, പ്ലെൻറ്റി ഓഫ്, ഹാഫ് ഓഫ്, മോസ്റ്റ് ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്. ഏതൊക്കെ വാക്കുകൾ? ലോട്ട് ഓഫ്, പ്ലെൻറ്റി ഓഫ്, ഹാഫ് ഓഫ്, മോസ്റ്റ് ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്. ഈ വാക്കുകൾ കഴിഞ്ഞ് തുടർന്ന് വരുന്ന സബ്ജക്റ്റ് അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ഉത്തരം സിംഗുലാറും, എന്നാൽ കൗണ്ടബിൾ നൗണുകളാണ് വരുന്നതെങ്കിൽ ഉത്തരം പ്ലൂറലുമായിരിക്കണം. ഈ പറഞ്ഞ വാക്കുകൾ കഴിഞ്ഞ് അൺകൗണ്ടബിൾ നൗണുകളാണ് വരുന്നത്, എണ്ണാൻ കഴിയാത്ത നാമങ്ങളാണ് വരുന്നതെങ്കിൽ ഉത്തരം സിംഗുലാറും, കൗണ്ടബിൾ നൗണുകളാണെങ്കിൽ ഉത്തരം പ്ലൂറലായിരിക്കും. ലോട്ട് ഓഫ് കഴിഞ്ഞിട്ട് വർക്ക് എന്നാണ് കിടക്കുന്നത്. വർക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗണാണ്. തുടർന്ന് വരുന്ന ഉത്തരം സിംഗുലാർ ആയിരിക്കണം. അതുകൊണ്ട് ഉത്തരം ഹാസ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ്, ദ ജൂറി ഡാഷ് ഡിവൈഡഡ് ഇൻ ദെയർ ഒപ്പീനിയൻ. ദ ജൂറി ഡാഷ് ഡിവൈഡഡ് ഇൻ ദെയർ ഒപ്പീനിയൻ. വെയർ ഓപ്ഷനിലുണ്ട്, വാസ് ഓപ്ഷനിലുണ്ട്, അതുപോലെ ഈസ് ഓപ്ഷനിലുണ്ട്, അതുപോലെ ഡു ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ജൂറി. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ജൂറി, കമ്മിറ്റി, കമ്മീഷൻ, പിന്നെ അതേപോലെ പാർലമെൻറ്റ്, പിന്നെ അതേപോലെ ഓഡിയൻസ്, ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ വരുന്ന സെൻറ്റൻസിൽ ദെയർ, THEIR, ദെയർ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം പ്ലൂറലും, ഇറ്റ് എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം, അല്ലെങ്കിൽ ഇറ്റ് അല്ലെങ്കിൽ ഇറ്റ്സ് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം സിംഗുലാറും ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്ക്, ജൂറി വരുന്നു, ദെയർ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഉത്തരം എന്തായിരിക്കണം? പ്ലൂറൽ. അപ്പോൾ നമുക്ക് വെയർ ഡിവൈഡഡ്, വെയർ അവിടെ ഉത്തരമായിട്ട് വരുന്നു.